ഹായ് ഫ്രണ്ട്സ്, ഫിസിക്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ യൂണിറ്റ് 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന യൂണിറ്റിൻ്റെ ആദ്യ ഭാഗമാണ്. ഇലക്ട്രിക് ചാർജസുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ +1 ഫിസിക്സിലെ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം കവർ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ക്വിക്ക് റിവിഷനും നമ്മൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇന്ന് മുതൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ യൂണിറ്റ് 1 ആണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിങ്ങളൊക്കെ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പുറപ്പെട്ടു പോകുന്നതിന് മുന്നേ മുടി ചീകുന്നവരായിരിക്കും അല്ലേ? അതിൽ മിക്കതും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ചീർപ്പായിരിക്കും, പ്ലാസ്റ്റിക് കോമ്പായിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് കേസിലും പ്ലാസ്റ്റിക് കോമ്പ് തന്നെയാണ് യൂസ് ചെയ്യാം. മെഴുക്കൊന്നുമില്ലാത്ത ഒരു ഡ്രൈ ഹെയർ നമ്മൾ പ്ലാസ്റ്റിക് കോമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് ചീർപ്പ് ഒരു കഷ്ണം പേപ്പറിനോട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താ സംഭവിക്കുക എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കി. നിങ്ങളുടെ മുടി ഡ്രൈ ഹെയർ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് എണ്ണമെഴുക്കില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്ലാസ്റ്റിക് കോമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചീകി നോക്കി. മുടി നന്നായിട്ടൊന്ന് ചീകിയതിന് ശേഷം ഒരു ചെറിയൊരു പീസ് കഷ്ണം പേപ്പർ എടുത്തിട്ട് ഒന്ന് അടുത്തേക്ക് കൊണ്ടുവന്ന് നോക്കും. എന്താ സംഭവിക്കുന്നത്? അത് അട്രാക്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ മുടിയിൽ പ്ലാസ്റ്റിക് ചീർപ്പ് കൊണ്ട് ചീകുമ്പോൾ എന്തുകൊണ്ടാണ് ആ ചീർപ്പിനെ കടലാസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കിട്ടുന്നത്? എവിടെ നിന്നാണ്? എപ്പോഴാണ് ഈ അട്രാക്ഷൻ പോസിബിൾ ആവുന്നത്? നമ്മുടെ ഈ പാഠത്തിൻ്റെ ഹെഡിങ് വെച്ചിട്ടൊന്ന് പറയാമോ? ഈ പാഠത്തിൻ്റെ ഹെഡിങ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഏതാണ്? ഇലക്ട്രിക് ചാർജസ് ആണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ പ്ലാസ്റ്റിക് കോമ്പ് ഒരു ബിറ്റ്സ് ഓഫ് പേപ്പറിനെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അതേപോലെ തന്നെ നമ്മളൊരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് ഒരു സിൽക്ക് തുണിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ഗ്ലാസ് റോഡാണെങ്കിലും സിൽക്ക് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും? പേപ്പറിനെ അട്രാക്റ്റ് ചെയ്യും. അവിടെയും അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഇലക്ട്രിക് ചാർജസ് തന്നെയാണ്. ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ പറയാം. 2 പ്ലാസ്റ്റിക് ചീർപ്പെടുത്തു. ഈ 2 പ്ലാസ്റ്റിക് ചീർപ്പ് എടുത്തിട്ട് നമ്മളൊരു കമ്പിളി പതിപ്പ്, അല്ലെങ്കിൽ നമ്മൾ രോമങ്ങളൊക്കെ ഉള്ള ഒരു രോമക്കുപ്പായം, ഈ കമ്പിളി പതിപ്പ് എന്നൊക്കെ പറയാം, അവിടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഇപ്പോൾ 2 പ്ലാസ്റ്റിക് ചീർപ്പ് എടുത്ത് നമ്മൾ ഈ കമ്പിളിമേ നമ്മൾ നന്നായിട്ടൊന്ന് ഉരಸಿ കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആ 2 പ്ലാസ്റ്റിക് ചീർപ്പുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യോ റിപ്പൽ ചെയ്യോ? അവ തമ്മിൽ റിപ്പൽ ചെയ്യും. മനസ്സിലായോ? അവ തമ്മിൽ എന്ത് സംഭവിക്കും? റിപ്പൽ ചെയ്യും. അതേപോലെ തന്നെ 2 ഗ്ലാസ് റോഡുകൾ നമ്മൾ ഒരു സിൽക്ക് തുണിയിൽ നന്നായി റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഗ്ലാസ് റോഡുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അട്രാക്ഷൻ സംഭവിക്കുന്ന 2 കേസുകൾ നമ്മൾ പറഞ്ഞു, റിപ്പൽഷൻ സംഭവിക്കുന്ന 2 കേസുകളും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ അട്രാക്ഷൻ സംഭവിച്ചത് എപ്പോഴായിരുന്നു? പ്ലാസ്റ്റിക് കോമ്പ് നമ്മുടെ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കോമ്പ് പേപ്പറിനെ അട്രാക്റ്റ് ചെയ്യും. അതേപോലെ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അവ രണ്ടും പേപ്പറിനെ അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ 2 പ്ലാസ്റ്റിക് കോമ്പ് എടുത്തിട്ട് നമ്മളൊരു കമ്പിളിമേലാണ് അല്ലെങ്കിൽ ഫറിനെ റബ്ബ് ചെയ്യുമ്പോൾ റബ്ബഡ് വിത്ത് ഫർ റിപ്പൽ ഈച്ച് അതർ. അതേമാതിരി 2 ഗ്ലാസ് റോഡ് ഒരു സിൽക്കായിട്ട് റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 ഗ്ലാസ് റോഡുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടല്ലേ? ഈ അട്രാക്ഷനും റിപ്പൽഷനും സത്യത്തിൽ ഈ ഇലക്ട്രിക് ചാർജസിൻ്റെ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ അട്രാക്ഷനും റിപ്പൽഷനും സംഭവിക്കുന്നത്? നിങ്ങൾ UP മുതലേ പഠിക്കുന്ന കാര്യമാണ്. എപ്പം മുതലാണ്? എപ്പോഴാണ് അത് അട്രാക്റ്റ് ചെയ്യുക? എപ്പോഴാണ് അത് റിപ്പൽ ചെയ്യുക?
ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരേപോലത്തെ ചാർജുകളാണെങ്കിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ അവ അട്രാക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 2 പോസിറ്റീവ് ചാർജസ് ഒരുമിച്ച് വന്നാൽ അവ റിപ്പൽ ചെയ്യും, 2 നെഗറ്റീവ് ചാർജസ് ഒരുമിച്ച് വന്നാൽ റിപ്പൽ ചെയ്യും. അതേപോലെ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് വന്നു വെച്ചെങ്കിൽ അവ തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ ഈ അട്രാക്ഷനും റിപ്പൽഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡ്യൂഫെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. ഈ അട്രാക്ഷൻ റിപ്പൽഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡ്യൂഫെ ആണ്. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഗ്ലാസ് റോഡുകൾ, നമ്മൾ ആദ്യം പറഞ്ഞു 2 ഗ്ലാസ് റോഡുകൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സിൽക്ക് തുണിമേ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡോ സിൽക്ക് ക്ലോക്കത്തോ എന്ത് വേണമെങ്കിലായിരിക്കാം, അവ തമ്മിൽ അവയെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ 2 ഗ്ലാസ് റോഡുകൾ ഒരു സിൽക്കുമേ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ആ 2 ഗ്ലാസ് റോഡുകൾ തമ്മിൽ റിപ്പൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ആ 2 ഗ്ലാസ് റോഡിനും സെയിം ചാർജസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഏത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജ് കേട്ടോ. ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് ഏത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജാണ് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. 2 ഗ്ലാസ് റോഡുകൾ ഒരു സിൽക്ക് ത്രെഡുമേ നമ്മൾ റബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ ആ 2 ഗ്ലാസ് റോഡുകൾ തമ്മിൽ നമ്മൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽഷൻ സംഭവിക്കും. കാരണം എന്താണ്? 2നും പോസിറ്റീവ് ചാർജാണ്. അതാണ് ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? 2 പ്ലാസ്റ്റിക് റോഡുകളും വീണ്ടും സിൽക്കുമ തന്നെ എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. അപ്പോൾ 2 പ്ലാസ്റ്റിക് റോഡുകൾ തമ്മിൽ അടുത്ത് കാണിച്ചാൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യുക ചെയ്യണം. കാരണം എന്താണ്? ഈ പ്ലാസ്റ്റിക് റോഡുകൾ നമ്മൾ സിൽക്കുമ റബ്ബ് ചെയ്യുമ്പോൾ 2നും കിട്ടുന്നത് സെയിം ഇലക്ട്രിക് ചാർജാണ്. നിങ്ങൾക്ക് ഓക്കെ ആണോ? 2നും കിട്ടുന്നത് എന്താണ്? സെയിം ഇലക്ട്രിക് ചാർജാണ്. ശരിക്കും അങ്ങനെ തന്നെയല്ലേ വരിക? സെയിം മെറ്റീരിയൽ സിൽക്കായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ 2 കിട്ടുന്നത് സെയിം ചാർജസുകളാണ് അല്ലേ. അപ്പോൾ അവ തമ്മിൽ ഒരേപോലെ കാണിച്ചു കഴിഞ്ഞാൽ, ഒരേപോലെ ചാർജുകൾ വസ്തുക്കൾ തമ്മിൽ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്യും, സ്വാഭാവികം. അപ്പോൾ എന്താണ്? 2 പ്ലാസ്റ്റിക് റോഡുകൾ സിൽക്കായിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് റോഡുകൾ തമ്മിൽ അടുത്ത് കാണിച്ചാൽ അവർ റിപ്പൽ ചെയ്യും. ബിക്കോസ് അത് 2 കിട്ടുന്നത് നെഗറ്റീവ് ചാർജാണ്. ഈ ചിത്രത്തിൽ നോക്കിയേ, നെഗറ്റീവ് ചാർജാണ്. 2 ഗ്ലാസ് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജാണ് കിട്ടുന്നത്. പ്ലാസ്റ്റിക് റോഡുകൾ സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് റോഡിന് നെഗറ്റീവ് ചാർജാണ്. 2 പ്ലാസ്റ്റിക് റോഡിന് നെഗറ്റീവ് ചാർജ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവ റിപ്പൽ ചെയ്യും. ഇനി നമുക്ക് ഒരു ഗ്ലാസ് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്തു, പ്ലാസ്റ്റിക് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്തു. എന്നിട്ട് പ്ലാസ്റ്റിക് റോഡും ഈ ഗ്ലാസ് റോഡും അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അവ തമ്മിൽ അട്രാക്ഷൻ വരും. കാരണം ഗ്ലാസ് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഗ്ലാസ് റോഡും പ്ലാസ്റ്റിക് റോഡും അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ സംഭവിക്കുന്നത് അട്രാക്ഷനാണ്. ഓപ്പോസിറ്റ് ചാർജസ് ആയ കാരണം അട്രാക്ഷൻ സംഭവിക്കും. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. കാരണം ഇത് ചോദിക്കും. ഇപ്പോൾ ഗ്ലാസ് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് വരുന്ന ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ സിൽക്ക് ഗെയിൻ ചെയ്യുന്ന ചാർജ് ഏതായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പ്ലാസ്റ്റിക് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് റോഡിന് നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സിൽക്കിന് ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരിക. ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കില്ലേ വരിക. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് റോഡ് ഗ്ലാസ് റോഡായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും പ്ലാസ്റ്റിക് റോഡിന് ഏത് ചാർജാണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ അവ തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ അതങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഈ ഒരു പാഠത്തിൻ്റെ ഏറ്റവും ബേസിക് ആയൊരു ഇൻട്രൊഡക്ഷൻ. ഇങ്ങനെയാണ് ഇവർ ഇലക്ട്രിക് ചാർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നാണ് അവർ ഇലക്ട്രിക് ചാർജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ജസ്റ്റ് 2 വസ്തുക്കൾ തമ്മിൽ ഒബ്ജക്റ്റുകൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ അവയ്ക്ക് ഇലക്ട്രിക് ചാർജസിനെ അവ ഗെയിൻ ചെയ്യുന്നു. അതുവഴി അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടാകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്? സ്റ്റാറ്റിക് മീൻസ് എന്താണ്? റസ്റ്റ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ റസ്റ്റിലുള്ള ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസുകളെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. മൂവ് ചെയ്യുമ്പോൾ അതെന്തായി? മൂവിങ് ചാർജസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിലോ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആയി കേട്ടോ.
അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസുകളെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇലക്ട്രിക് ചാർജസ് കൈവരിക്കുന്ന രീതികളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത് 2 രീതിയിലാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്ന രണ്ട് പേരുകൾ നൽകിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ 2 ടൈപ്സ് ഓഫ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ആ 2 പേരുകൾ നൽകിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അട്രാക്ഷൻ, റിപ്പൾഷൻ എന്ന ടേമുകൾ നൽകിയത് ഡ്യൂഫെ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവുന്നത്? ഒരു മെറ്റീരിയൽ ഒബ്ജക്ട്സ് നോർമൽ കണ്ടീഷനിൽ ന്യൂട്രലാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗ്ലാസ് റോഡോ പ്ലാസ്റ്റിക് കൊമ്പോ എന്തോ ആയിക്കൊള്ളട്ടെ, അവയെല്ലാം എന്താണ്? നോർമൽ കണ്ടീഷൻ ന്യൂട്രലാണ്. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചീർപ്പിനെ നമ്മളൊന്ന് വെറുതെ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രിക് ചാർജസ് ഉണ്ടോ? ഇല്ല. അത് റബ്ബ് ചെയ്തതിന് ശേഷമാണ് ഇലക്ട്രിക് ചാർജസ് അതിന് ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ അവ ന്യൂട്രലാണ്. പക്ഷെ നമ്മൾ റബ്ബ് ചെയ്യുവാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ കൈവരും. എപ്പോഴാണ് നെഗറ്റീവ് ചാർജ് കൈവരിക? എപ്പോഴാണ് ഈ ചാർജ് കൈവരുന്നത്? പോസിറ്റീവ് ചാർജ് ആയിക്കൊള്ളട്ടെ, നെഗറ്റീവ് ചാർജ് ആയിക്കൊള്ളട്ടെ, എപ്പോഴാണ് ഈ ചാർജുകൾ കൈവരുന്നത്? അത് ഇലക്ട്രോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇലക്ട്രോൺസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരിക. ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ് ഉള്ളത്? ഇലക്ട്രോൺസിനുള്ള ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതേസമയം ആ ഒബ്ജക്റ്റിൽ നിന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏതൊരു മെറ്റീരിയൽ ഒബ്ജക്റ്റും നോർമൽ കണ്ടീഷനിൽ ന്യൂട്രലാണ്. പക്ഷേ നമ്മൾ റബ്ബ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും റിയാക്ഷനിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രോൺസിനെ ഒരു ഒബ്ജക്റ്റ് സ്വീകരിക്കുകയും മറ്റൊരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും ചെയ്യും. അപ്പോൾ വിട്ടുകൊടുക്കുന്ന ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ബോഡിക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന ബോഡിക്ക് നെഗറ്റീവ് ചാർജ് വരും. ഇത് നിങ്ങൾ അറിയാവുന്ന ബേസിക് കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്താണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്? അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ചാർജസിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. മെറ്റൽസ്, എർത്ത്, മെർക്കുറി, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ചാർജസിന് ഈസിലി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്തായിരിക്കും? നമ്മളിപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് കാര്യങ്ങളൊക്കെ പറയില്ലേ, നമ്മളിപ്പോൾ വയറ് 2 കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ് ഇൻസുലേഷൻ ഒട്ടിക്കുന്നത്? അവിടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കില്ല. കാരണം എന്താണ്? ആ ഇൻസുലേഷൻ ടേപ്പ്, ആ പേര് പോലെ തന്നെ അതെന്താണ്? ഇൻസുലേറ്റർ ആണല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക് ചാർജസിന് അത് കണ്ടക്ട് ചെയ്യില്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ചാർജസിന് അവർ കടത്തി വിടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വയറിൻ്റെ 2 കമ്പികൾ എപ്പോഴും ചാർജസിനെ കടത്തി വിടും അല്ലേ. അപ്പോൾ ആ കമ്പികൾ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഇൻസുലേഷൻ ടേപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഇൻസുലേറ്റർ ആയതുകൊണ്ട് ആ ചാർജസിനെ കടത്തി വിടില്ല. അതുകൊണ്ട് ഇലക്ട്രോൺസിനെ കടത്തി വിടില്ല. അതുകൊണ്ട് നമുക്കതിനെ ഷോക്ക് അടിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രിക് ചാർജസിനെ ഫ്ലോ ചെയ്യാൻ സാധിക്കാത്ത സബ്സ്റ്റൻസാണ് ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിക് ചാർജ് ഈസിലി ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണെങ്കിൽ അതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ് ഗ്ലാസ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ ഇൻസുലേറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു രീതി എന്ന് പറയുന്നത് ചാർജിങ്ങിന് 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ബൈ കോണ്ടാക്റ്റ് ആണ്, സെക്കൻഡ് മെത്തേഡ് ഈസ് ബൈ ഇൻഡക്ഷൻ ആണ്. കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ബോഡി മറ്റൊരു ബോഡിയിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ്, അതായത് അവ തമ്മിലൊരു ടച്ച് വന്നാൽ മാത്രമാണ് ആ ബോഡിക്ക് ചാർജ് കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ചിത്രത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് ചിത്രം കണ്ടോ? ഇതിൽ എ എന്ന് പറഞ്ഞൊരു ബോഡി ബി എന്ന് പറഞ്ഞ ബോഡിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നെങ്കിൽ മാത്രമാണ്
അതിനെന്ത് കിട്ടുള്ളൂ, ചാർജ് കിട്ടുള്ളൂ. ഓക്കെ. ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണ്ട, ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് മതി മറ്റ് ബോഡി ചാർജ് ആവാനായിട്ട്. ബൈ കോണ്ടാക്റ്റ് പറഞ്ഞപ്പോൾ നമുക്കൊരു ചാർജ്ഡ് ബോഡി, പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടെങ്കിൽ അവ തമ്മിൽ അത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് മറ്റു ബോഡിയായിട്ട് വന്നെങ്കിൽ മാത്രമാണ് അതിന് ഈ ബോഡിക്കും ചാർജ് കിട്ടുള്ളൂ. അത് ഇതിൽ ഏത് ചാർജാണോ ഉള്ളത് സെയിം ടൈപ്പ് ഓഫ് ചാർജ് ആയിരിക്കും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ഓക്കെ, അത് കാര്യം ശ്രദ്ധിച്ചോളൂ. സെയിം ടൈപ്പ് ഓഫ് ചാർജ് ആയിരിക്കും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് മതി. മനസ്സിലായി? ഈ ഒരു ബോഡിക്ക് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി വേറൊരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് മതി അവിടെ, അല്ലാതെ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റോ ഒരു ടച്ചോ അവിടെ വേണ്ട. ഇപ്പോൾ ഈ ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിനകത്ത് കിട്ടുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദാറ്റ് മീൻസ് ബൈ ഇൻഡക്ഷൻ വഴി ചാർജ് വരുമ്പോൾ അത് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. രണ്ട് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഉണ്ട്. ബൈ കോണ്ടാക്റ്റ് ഉണ്ട്, ബൈ ഇൻഡക്ഷൻ ഉണ്ട്. ബൈ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് ഒരു ചാർജ്ഡ് ബോഡി ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നാൽ മാത്രമാണ് ഒരു ബോഡിക്ക് ചാർജ് ആവാൻ പറ്റുള്ളൂ. അതാണ് ബൈ കോണ്ടാക്റ്റ്. അപ്പോൾ ആ സമയത്ത് സെയിം ടൈപ്പ് ഓഫ് ചാർജ് തന്നെയായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജസ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരേണ്ട ആവശ്യമില്ല, അവയുടെ പ്രസൻസ് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബോഡി എന്താവും, ചാർജ്ഡ് ആയിട്ട് മാറാം. ആ കേസിൽ ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഞാൻ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ട് ഡയറക്റ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് അവിടെ വേണം. ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചാർജ്ഡ് ആയിട്ടുള്ളൊരു ബോഡിയുടെ ആ ഒരു പ്രസൻസ് മതി. ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ബോഡിക്ക് എവിടെ എന്ത് ചാർജ് വന്നേ, നെഗറ്റീവ് ചാർജ് വന്നേ. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്നത് പോസിറ്റീവ് ചാർജ്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഈ രണ്ട് ബോഡികൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തായി, ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇവിടെയും സെപ്പറേഷൻ കൂടുതലാണ്, ഇവിടെ നന്നായി സെപ്പറേറ്റഡ് ആണ്. പക്ഷെങ്കിലും അവരുടെ പ്രസൻസ് കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഒബ്ജക്റ്റിന് എന്ത് സംഭവിച്ചു, ചാർജ് വന്നു. അപ്പോൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് മതി തൊട്ടടുത്തിരിക്കുന്ന ഒരു ബോഡി ചാർജ്ഡ് ആവാൻ. ബൈ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും കോണ്ടാക്റ്റ്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണം. ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും കൂടെ പറഞ്ഞാൽ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് ആണ്. അഡിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് കാണുന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് അത് എവിടെ വേണമെങ്കിലായിരിക്കാം. ഒരു ബോഡി എന്ന് പറയുമ്പോൾ ഈ ബോഡിക്കകത്തുള്ള ടോട്ടൽ ചാർജ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു +2 Q ഉണ്ട്, ഇവിടെ കുറച്ച് നീങ്ങിയിട്ട് +5 Q ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് -3 Q ഉണ്ട്, ഈ അറ്റത്തായിട്ട് -8 Q ഉണ്ട്. അപ്പോൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലായിരിക്കാം, എവിടെ വേണമെങ്കിലായിക്കോട്ടെ, ആ ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാർജുകളുടെയും സമ്മാണ് എന്ത്, ആ ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ടോട്ടൽ ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ സൈൻ ഓഫ് ദി ചാർജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ +2 Q ആണ്, +5 Q ആണ്, പിന്നെ -3 Q, -8 Q എന്നിങ്ങനെ ചാർജുകളാണ് ഒരു ബോഡിക്കകത്തുള്ളതെന്നുണ്ടെങ്കിൽ ഈ മൈനസ് ചാർജ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലാതെ 2 + 5 + 3 + 8 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത തെറ്റാണ്. അപ്പോൾ സൈനും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം അതിൻ്റെ ടോട്ടൽ ചാർജസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 Q എന്ന് പറയുന്നതാണ് ഈ ബോഡിയിലുള്ള ടോട്ടൽ ചാർജ്. ദാറ്റ് മീൻസ് +2 Q +5 Q -3 Q -8 Q ചെയ്ത് വരുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് -4 Q എന്നുള്ള ഇതായിരിക്കും. അപ്പോൾ ആ ബോഡിയിലുള്ള ടോട്ടൽ ചാർജ്. അപ്പോൾ ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ ബോഡിയിൽ എവിടെയോ ആയിക്കൊള്ളട്ടെ, എവിടെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിടെ ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാർജസുകളുടെയും ഓൾജിബ്രൈക് സമ്മാണ് ടോട്ടൽ ചാർജ്. സൈന് നമ്മൾ കൺസിഡർ ചെയ്യണം. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അത് കൺസിഡർ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ചാർജ് കൺസർവ്ഡ് ആണ്. അപ്പം ഈ കൺസർവ്ഡ് എന്നുള്ള ഒരു ടൈം നിങ്ങൾക്കറിയാം. കൺസർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കൽ പോലും ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നില്ല.
ഒരിക്കൽ പോലും ചാർജ് എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് അതാണ് ചാർജ് ഈസ് കൺസർവ്ഡ് എന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതായത് ചാർജ് ഉണ്ടാവുന്നുമില്ല, അത് നശിക്കപ്പെടുന്നുമില്ല, സെയിം ആണ്. ഇപ്പോൾ ഒരു ബോഡി ചാർജ്ഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ബോഡിയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഇതിന് കുറച്ച് പോസിറ്റീവ് ചാർജും ഇതിന് കുറച്ച് നെഗറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ ഇതിൽ എത്ര എമൗണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര എമൗണ്ട് തന്നെയായിരിക്കും ഇതിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കാം. ദാറ്റ് മീൻസ് ഇതിൽ +3Q ആണെങ്കിൽ ഇതിൽ -3Q ആയിരിക്കും ചാർജ് വന്നിട്ടുണ്ടായിരിക്കുക എന്നർത്ഥം. അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ബോഡിയിലുള്ള എമൗണ്ട് ഓഫ് ചാർജ് ഈക്വൽ ആയിരിക്കുന്നു. ഇപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ അതേ എമൗണ്ടിൽ തന്നെയായിരിക്കും നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി നെറ്റ് ചാർജ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ചാർജസും എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ മാറ്റം ഉണ്ടാവില്ല. ദി ചാർജസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പാർട്ട് ഓഫ് എ സിസ്റ്റം ടു ദി അനദർ ബട്ട് നെറ്റ് ചാർജ് വിൽ ഓൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ചാർജ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ നെറ്റ് ചാർജ് ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ അവ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഈ ചാർജ് കൺസിഡർ ചെയ്യുമ്പോൾ ഒറ്റ സെൻറ്റൻസ് ഇത് ഓർത്ത് വെച്ചാൽ മതി. ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഒരൊറ്റ സെൻറ്റൻസ് എഴുതിയാലും മാർക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ചാർജ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡിസ്ട്രോയ്ഡ് ചെയ്യുന്നില്ല. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്ലാസ് റോഡ് സിൽക്കായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ക്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് എന്ത് ചാർജും കിട്ടും, നെഗറ്റീവ് ചാർജും കിട്ടും. ക്ലാസ് റോഡിന് എത്ര പോസിറ്റീവ് ചാർജാണോ കിട്ടിയത് അത്ര അതേ സെയിം എമൗണ്ടിൽ തന്നെയായിരിക്കും ഇതിന് എന്ത് വന്നിട്ടുണ്ടായിരിക്കുക, നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലായോ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താലും ഇവിടെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര നെഗറ്റീവ് ചാർജ് തന്നെയാണ് ഉള്ളത്. +3Q ആണെങ്കിൽ ഇവിടെ -3Q ആയിരിക്കും. അപ്പോൾ ക്ലാസ് റോഡ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ക്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടും. പക്ഷേ ക്ലാസ് റോഡിന് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇപ്പോൾ +5Q ആണെന്നുണ്ടെങ്കിൽ അത്ര തന്നെയായിരിക്കും സിൽക്കിന് -5Q ഉണ്ടായിരിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് ചാർജ് കൺസർവ്ഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ മൂലമാണ് ഒരു ചാർജ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നതിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് നമുക്കതിനെ -E എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. സോ നമുക്കതിനെ +E എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചാർജിനെ നമ്മൾ E എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജിനെ നമുക്ക് -E എന്നും പ്രോട്ടോണിൻ്റെ ചാർജിനെ +E എന്നും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ചാർജ്ഡ് ബോഡിയിലുള്ള ചാർജ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് +or-C എന്ന് ഏതാണ്. ചാർജിനെ E എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോൺ -Eയും പ്രോട്ടോണിൻ്റെ ചാർജ് +E ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു ചാർജ്ഡ് ബോഡിയുടെയും ചാർജ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് +or-C എന്ന് എഴുതാം. ഇൻ്റഗ്രൽ വാല്യൂസ് എന്ന് വെച്ചാൽ എന്താണ്, 1 2 3 4 അങ്ങനെ പറയുന്നതാണ് ഇൻ്റഗ്രൽ വാല്യൂസ്. അപ്പോൾ n = 1 2 3 4 എന്നുള്ളതാണ് കണക്കം. സോ നമുക്ക് ചാർജ് Q = +or-n × E എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ ചാർജ് -Eയും പ്രോട്ടോണിൻ്റെ ചാർജ് +E ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചാർജ്ഡ് ബോഡിയിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് +or-C ആയിട്ട് നമുക്ക് എഴുതാം. അവിടെ ഇൻ്റഗ്രൽ വാല്യൂസ് എന്ന് പറയുന്നത് 1 2 3 ആണ്. നമ്മളതിന് n എന്ന് എടുക്കുകയാണെങ്കിൽ Q = +or-ne എന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നതാണ് ഒരു ക്വാണ്ടം ഓഫ് ചാർജ്. ഇനി ക്വാണ്ടം എന്താണ് എന്നുള്ളത്, ക്വാണ്ടൈസേഷൻ എന്താണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളൊരു ബ്രാഞ്ച് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ഓഫ് ചാർജിന് പറയുന്ന പേരാണ് ക്വാണ്ടം ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അതേമാതിരി പാക്കറ്റ് ഓഫ് എനർജി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ,
ദി ഇലക്ട്രിക് ചാർജസ് കളക്ഷൻസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ 3 പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ ഈസ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ബോഡിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാർജസിൻ്റെയും ഓൾജിബ്രൈക് സമ്മാണ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് കൺസർവ്ഡ് ആണ്. ചാർജ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ടോട്ടൽ ചാർജ് മസ്റ്റ് ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൂന്നാമത്തെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജാണ്. അതിന് ഒരു ചാർജിനെ നമുക്ക് പ്ലസ് ഓർ മൈനസ് n/e എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ബാക്ക് അടിച്ച് കാണുക, കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.